അനുവാദമില്ലാതെ ആരോഗ്യ പരീക്ഷണം നടന്നിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നൊരു വാർത്ത. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം. മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിലാണ് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കമുണ്ടായത്. US ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് പരീക്ഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ജോഷില ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. ജോഷില, വളരെ ഗൗരവതരമായൊരു പ്രശ്നമാണ്. നമ്മുടെ അനുമതി കൂടാതെ നമ്മുടെ മനുഷ്യർക്കിടയിൽ ഒരു US കമ്പനി വന്നിട്ട് ആരോഗ്യ പരീക്ഷണം നടത്തിയിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തിയിരിക്കുന്നു. മാനന്തവാടി മേഖലയിലെ ആദിവാസി ഊരുകളിലാണ് മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാൻ നീക്കമുണ്ടായിരിക്കുന്നത്. USA ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് പരീക്ഷണം നടത്തുന്നത്. ഇതിനായി വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെയും ഉപയോഗിച്ചിട്ടുണ്ട്. മാർച്ച് 20 മുതൽ 22 വരെ സംഘടിപ്പിച്ച സെമിനാറിന് ശേഷമാണ് ഉപകരണം പരീക്ഷിച്ചത്. വിരലിൽ അണിയാവുന്ന ഇലക്ട്രോണിക്സ് ഉപകരണം വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുകയാണ്. ആർത്തവ സൈക്കിൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഉപകരണമാണെന്നാണ് സൂചന. ആരോഗ്യവകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ഉപകരണ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. മനു, അല്ല, അതാണ് ഗൗരവതരം. ഒന്ന്, ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊന്നും ആ രീതിയിൽ നടത്താൻ കഴിയില്ല. കാരണം നമ്മുടെ ആളുകളുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തിൻ്റെ കമ്പനികളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് അത്യന്തം ഗൗരവതരമാണ്. ഡാറ്റകൾ ആ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇവർ സ്വാഭാവികമായും ആദിവാസി ഊരുകളിലെ മനുഷ്യരാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്? മനു പറഞ്ഞതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തുക എന്നുള്ളത് പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ അവരെ കബളിപ്പിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്കുമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനായി ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ഇവിടെ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ അടക്കം ഇതിന് ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? കുറച്ചുകൂടി ലോകപരിചയമുള്ള കുട്ടികളാണ്, ആ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ്. അവരും ഇത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിന് പോയി നിന്നുകൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ മറ്റൊരു വിഷയം, മാർച്ച് 20 മുതൽ 22 വരെ സംഘടിപ്പിച്ച സെമിനാർ ഉണ്ടായിരുന്നു. ആ സെമിനാറിലാണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം നടത്താനുള്ള തീരുമാനം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സെമിനാറിൽ പങ്കെടുക്കുന്നവർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടായിട്ടുണ്ടാവാം. ഇത് പക്ഷേ ഏത് കമ്പനി ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ പെർമിഷൻ നൽകിയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇവർക്ക് അറിയാമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു സെമിനാറിൽ ആരും എപ്പോഴും പങ്കെടുക്കും. അതുമാത്രമല്ല, ശാസ്ത്രീയമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സെമിനാറാണ്. അതിൽ സ്വാഭാവികമായും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ അടക്കം പങ്കെടുത്തിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടന്നിട്ടുള്ളത്. എന്തായാലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. ശരി, ഏതായാലും വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. വയനാട്ടിൽ ആദിവാസി മേഖല കേന്ദ്രീകരിച്ച് അനുമതിയില്ലാതെ ആരോഗ്യ പരീക്ഷണം നടത്തിയിരിക്കുന്നു. US ആസ്ഥാനമായ ബയോമെഡിക്കൽ ലാബാണ് പരീക്ഷണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മെൻസ്ട്രൽ ഹെൽത്ത് കിറ്റ് പരീക്ഷിക്കാനാണ് നീക്കമുണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർത്തവ സൈക്കിൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഉപകരണം ഇവരുടെ കൈകളിൽ ഘടിപ്പിച്ചു, ഒരു ഇലക്ട്രോണിക് ഉപകരണം കൈകളിൽ ഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ രീതിയിലായിരുന്നു ആ പരീക്ഷണം നടത്തിയത്. അതിൽ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും അതിൽ പോയി വീണിരിക്കുന്നു എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്കുമാണ് ഇപ്പോൾ പരിശോധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് ജോഷില ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ നിന്ന് നൽകിയത്.